എന്തായാലും ഇപ്രാവശ്യത്തെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ രാജാക്കന്മാരെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബ് എഫ് സി താരങ്ങളാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അത് സബ്സ്ക്രൈബ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെയധികം കുറവാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും 200 ലൈക്കിൻ്റെ ടാർഗറ്റും ഒക്കെ എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നിഖിൽ പ്രഭു, അഭിഷേക് തെഗ്ജം ഇവർ രണ്ടുപേർക്കും ഭയങ്കര മാർക്കറ്റ് വാല്യൂ ആണ് ഈ ഒരു ടൈമിൽ. കാരണം പഞ്ചാബ് എഫ് സി എന്താ പറയുക, ഏതെങ്കിലും പ്ലെയറിനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടോ ഇപ്പോൾ നമ്മുടെ KBFC ഉറപ്പായിട്ടൊരു ഓഫർ കൊടുത്തതാണ്. നിഹാൽ സുധീഷ് പ്ലസ് കുറച്ച് ട്രാൻസ്ഫർ ഫീ തരാം എന്നൊരു ഓഫർ കേരള ബ്ലാസ്റ്റേഴ്സ് അഭിഷേക് തെഗ്ജത്തിനും അതുപോലെ തന്നെ നിഖിൽ പ്രഭുവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ബട്ട് അതൊന്നും പഞ്ചാബ് എഫ് സിക്ക് വേണ്ട. അവർക്കൊരു ഭീമമായ ട്രാൻസ്ഫർ ഫീ മതി, അതുമാത്രം മതി. അവർക്ക് വേറെ ഒന്നും വേണ്ട. നല്ലൊരു ട്രാൻസ്ഫർ ഫീ എന്ന് കഴിഞ്ഞാൽ നിഖിൽ പ്രഭുവിനെ അഭിഷേക് തെഗ്ജത്തെ ആര് വേണമെങ്കിലും എടുത്തു. പക്ഷേ ചെറിയ തുകയൊന്നുമല്ല, 2 കോടിയിലാണ് തുടങ്ങുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ ആ ഒരു 2 കോടി എന്ന് പറയുന്നത് എവിടം വരെ പോകും എന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയണം. കാരണം എല്ലാ ക്ലബ്ബിൻ്റെ അകത്തുണ്ട് ഒരാളൊരു തുക പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി കൂട്ടിയായിരിക്കും മറ്റൊരാൾ പറയുന്നത്. സോ എന്തായാലും അങ്ങനെയാണ് ഇപ്പോൾ നിഖിൽ പ്രഭുവിൻ്റെയും അതുപോലെ തന്നെ അഭിഷേക് തെഗ്ജത്തിൻ്റെയൊക്കെ കാര്യം ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായി ശ്രമിക്കുക. സോ എന്തായാലും ഇരുവരും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. നമുക്കറിയാം, നമുക്ക് ഫുൾ ബാക്ക് ഡിഫൻസീവ് ആ ഒരു പൊസിഷനിലേക്കാണ് പ്രശ്നമെന്ന് പറയുന്നത്. സോ ആ ഒരു പൊസിഷനിലേക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും.